മട്ടും പാവമൊക്കെ മാറുന്ന കണ്ടോണ്ട് എനിക്ക് എന്തൊക്കെയോ ഒരു ഒരു പേടി വരുന്നു. ഞാൻ നിങ്ങളുടെ ഒരു സത്യം പറയട്ടെ, എനിക്ക് കണ്ണ് കാണില്ല ഇത് വെക്കുമ്പോ. ഇതെന്താ റേഡിയോ? എങ്ക ഇരിക്കേ? ഹലോ ഞാന് ഒരിടത്തോടെ പൊക്കോണ്ടേ ഇരിക്കും. അപ്പാപ്പനാ ഡ്രൈവ് ചെയ്യണേ. എങ്ങോട്ടാ വരണ്ടേ? ആ എന്നാ അപ്പൊ ഇവിടെ സമാധാനത്തിൽ ആളില്ലാത്ത എവിടെയോട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് പറയാം. ഇവിടെ ഈ റോഡിലൊക്കെ ഒന്നും ചെയ്താൽ അപ്പൊ നമ്മൾ എവിടെ ഇറങ്ങി നിൽക്കുന്നത് കണ്ടാലും ഇപ്പൊ ആൾക്കാർ വരുക. കുറച്ചൊന്നും ആള് വരാത്തത് നോക്ക്, ഭയങ്കര ക്രൗഡ് ആവും. 83 കേറാനോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇപ്പൊ തൊട്ടടുത്ത് പ്രൈവസി ഉള്ള സ്ഥലം പിന്നെന്താ? 911 ആ എടാ, നമ്മുടെ വീട്ടിലെ ഗ്യാങ് സസ്പെൻഷൻ ഉള്ളവരുണ്ട്. നമുക്ക് ഗ്യാങ് റേഡിയോ മാറ്റിയിട്ട് മറ്റേതാ 83 കേറാവാ. കണ്ടപ്പോ ഡിസ്കണക്ട്. ഇവിടെ എന്ത് ചെയ്യും? എന്താടാ ഇന്നത് ഇല്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നടാ. എടാ നീ അപ്പാപ്പൻ പവർ ഗെയിമിങ് ഉപയോഗിച്ചടാ. നീ ആയിരുന്നു ഡിസേർവ്ഡ്. നിനക്ക് കിട്ടണ്ടായിരുന്നു. നീ അപ്പാപ്പൻ ചതിച്ചതാ. എന്ത് ചെയ്യാൻ പറ്റും? സത്യമായിട്ടും കള്ളൻ. ജിഗ്രേ എവിടെ? ഫ്രീ ആണോ ഇന്ന്? മുതുകിലിപ്പുണ്ട്. ആര് എന്ത്? ഇല്ല, ഞാനിപ്പോ മറ്റൊരു ക്ലാസ് അല്ല വെച്ചിരിക്കുന്നത്. ഞാൻ വേറെ മറ്റേ ക്ലാസ് വെച്ചിരിക്കുന്നത്. എന്താ മറ്റേ എന്താ? ഓക്കെ അപ്പാ ഞാൻ കാര്യം പറയട്ടെ. നിങ്ങള് വൈകുന്നേരം ആവുമ്പോ ഇനി തുണ്ട് സൈറ്റിലൊന്നും കേറണ്ട കേട്ടാ. നോക്ലിപ്പ് അടിച്ച് ജുഗ്രുവിന്റെ അടുത്ത് പോയാ മതി. അവനിപ്പോ സിറ്റി കാണിച്ചു വിട്ടുന്നത് എന്തൊക്കെയാണെന്ന് അറിയോ? ഓ ഞാൻ മാറിക്കും. ഞാൻ ഞാൻ ഇവിടുന്ന് പോയിക്കളെ. പ്രായത്തില് മൂത്തൊരാളാണെന്ന് പോയി നോക്കാതെ എന്താ ചെയ്തത്? ഉറപ്പായിട്ടും കുരുത്തമില്ലാത്ത 4 പേരുണ്ടായിരുന്ന 4 പേര്. അപ്പൊ എല്ലാരും ചതിച്ചു. അതെ. എന്റെ ലാസ്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? അതൊക്കെ പറ്റും. ലോഗ് എടുത്ത് മാറ്റിയാൽ മതി. വാസുവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മറന്നുപോയി. അതാണ് സത്യം. ഇതിപ്പോ ഞാൻ എങ്ങനെ ഇതെനിക്ക് വേണ്ട. ബാബു പറയട്ടെ. അപ്പാപ്പനെ തല്ലിന്നൊരു പേര് കൂടെ കിട്ടാനുള്ളായിരുന്നു. അതുമായി മൂത്തൊരാളെ തല്ലി തന്റെ തല്ലി ഒരു പേര്. ഹലോ, എവിടെണ്ട്? ഞങ്ങള് 7181. വെള്ളിയാഴ്ച അണ്ണ സ്പോൺ ബട്ടൺ നിക്കാൻ നേരത്തെ ഒരു പയ്യൻ ഓടി വന്ന് എന്റെ വണ്ടി ഇടിച്ചു കൊന്ന്. ജുഗ്രു എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് പെണ്ണുമായിട്ട് അണ്ണ വന്ന പെണ്ണുമായിട്ട് അണ്ണനെ കാണിക്കാൻ മനഃപൂർവ്വം. റെസ്പെക്ട് ബ്രോ. അങ്ങനൊന്നും ഇല്ലടാ. അതൊക്കെ അപ്പാവൻ കൂളാണ്. പുള്ളി അവരുടെ അടുത്ത് ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പുള്ളി മറ്റേ എല്ലാ അങ്ങനൊന്നും ഇല്ല. അതൊക്കെ ആർപ്പി ആയിട്ട് കാണും.
ലൈക്ക് പുള്ളി അവരുടെ അടുത്ത് അങ്ങനെ അത്രയും ഇതായിട്ട് നിൽക്കുന്നോണ്ടാണ് പുള്ളി ഒരു കോള് പറയുമ്പോ അവരൊക്കെ അത് റെസ്പെക്ട് ചെയ്യുന്നത്. തമാശയല്ലേ, അല്ലാതെ സീരിയസ് ആയിട്ട് പുള്ളി ഇവിടെ ആരും ഡിസ്റെസ്പെക്ട് ചെയ്തില്ല. പുള്ളി ഒരു കോള് പറഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഡ്രൈവറിന്റെ പ്രശ്നം. ആ പറയടാ. ഇത് കൊള്ളാം. പക്ഷെ ഞാനൊരു റൊണാൾഡോ ഫാൻ ആണോടാ, ഞാൻ ടാറ്റു അടിക്കത്തില്ല. എന്റെ നോക്ക് ഉണ്ടോ, എന്റെ ദേഹം നോക്ക്. ഇത് ഊരാൻ പറ്റൂല. ഇത് മഞ്ഞപ്പള്ളിയാണല്ലോ. ഊരാൻ പറ്റൂല. ഡ്രസ് ഇല്ലാത്ത ഡ്രസ് ഇട്ട് ഇല്ല, അത് ഊരാൻ വെച്ചു. പറ്റില്ല. ഇപ്പൊ അങ്ങനെയാ. എടാ എനിക്ക് ഫുട്ബോളിനെ പറ്റി ഏക്കും പോക്കും അറിയത്തില്ല. ഞാൻ ചുമ്മാ ക്യാരക്ടർ വൈസ് പറയണ. പരന്തുവാസ്തുവിനെ പറ്റി പറയണാണ്, ഈഗിൾ ഗെയിമിങ്ങിനെ പറ്റി അല്ലേ. ചുമ്മാ അതിന് ഫാൻ ഫൈറ്റ് ഒന്നും ആവല്ലേ, ചുമ്മാ പറയാണ്. ആ ബാബു എന്താണ് എന്തിന്? ഞാൻ വെറുതെ നോർമലി വന്നതുപോലെ വന്നതേ ഉള്ളൂ. എന്താണ് നീ എന്തൊക്കെ പാഴ്വാക്കുകൾ പറഞ്ഞിരിക്കുന്നു. 2022 തൊട്ട് നമ്മൾ തുടങ്ങിയതല്ലേ. ആ വാർത്തയൊന്നും ഇപ്പഴേ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഇതല്ല, ഇത് വേറെ. ഇത് വേറെ 2024 ഒരു ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് പറഞ്ഞ കേസാണ്. അതേതായിരുന്നു? എവിടെ? നമ്മള് 2023 നമ്മള് കാറിൽ സംസാരിച്ചത് അല്ലല്ല, കാറിലല്ല. സംസാരിച്ചത് എന്റെ ഓർമ്മയില് നമ്മുടെ മറ്റേ അപ്പുറത്ത് ഐലൻഡ് ഇല്ലേ, അവിടെ വെച്ച് സംസാരിച്ച കേസാണ്. ആണല്ലേ? ഈ രാജ്യത്തും കൂടിയല്ലേ ശ്രീരാഗമോ. എല്ലാവരും ക്യാമ്പസിലോട്ട് പോയേ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഈ വണ്ടി സർവീസ് ചെയ്ത് ഓടിച്ചാലും ഈ വണ്ടി തീട്ടമാണ്. അല്ല ഞാൻ ടിക്കറ്റ് എടുക്കും. സൂപ്പർ. എത്ര മേടിച്ച്? 120 കോടി ചന്ദ്ര പമ്പിന്ന് എടുക്കുന്ന പൈസ നീ അണ്ണ ഇത് കഴിഞ്ഞ ചുറ്റുള്ള കാശല്ല, ഇത് പച്ച കാശാ. ഇത് പമ്പിന്നും തൊട്ടൊന്നുമില്ല. ഗ്യാങ് ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും നീ എടുത്ത് നീ ഇത് മേടിച്ച ഗൈസ് ദയവ് ചെയ്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ നല്ല ആർട്ട് ചെയ്യാൻ പോലെ ചാനൽ ഞാൻ അറിയാതെ എന്റെ വായിന്ന് വീണ് പോയത് ഗൈസ്. ഫുട്ബോൾ കാര്യം ഫുട്ബോൾ കാര്യം ഒന്ന് വിട് ഗൈസ്. ഇത് ചില്ലായിട്ടിരുന്ന് കാണാൻ നിങ്ങൾ സമാധാനത്തിൽ ഇരുന്ന് കാണുക. നീ എന്തിനു പറഞ്ഞ എന്റെ അടുത്ത്? അല്ല, ഈ ഒരു കേസിൽ പൈസയുടെ കേസിൽ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ, പക്ഷെ മാറിയല്ലോ ഇപ്പൊ. എനിക്ക് നിന്റെ വിശ്വാസമാണ്. ഗ്യാങ് ഫണ്ട് എടുത്ത് ആര് ഒമ്പിച്ചാലും അവൻ പുഴുത്തിയാവത്തേ ഉള്ളൂ. അണ്ണ കൊറേ അപരാധികൾ പറയാം. അവർക്ക് അരി അത് പറയാൻ നടന്നവന്മാർ പറയും ഇത് എന്റെ പഴയ സിറ്റിലുള്ള കാശാണ്. ഇത് ഇതിന് എഞ്ചിനില്ലേ? അണ്ണ എഞ്ചിനില്ല, എന്നെ ഊപിച്ചാണ് സിറ്റി. ഈ വണ്ടിയുടെ മാക്സിമം സ്പീഡ് ഇതാണോ? അണ്ണന്റെ ത്രാക്സ് ഇല്ലേ, അത് അണ്ണനടുത്ത് ഓടിച്ചു നോക്കി ഇപ്പൊ ഒന്ന്. അല്ലല്ല അണ്ണ ചുമ്മാ ഇടുന്നിടത്ത് ചുമ്മാ ഓടിച്ചു നോക്കാൻ വേണ്ടി. ത്രാക്സാ? ആ അത് 200 കോടിക്ക് ഒരു മണ്ടൻ അടിച്ചു കൊടുത്ത്. ആ വണ്ടിയുടെ സിറ്റിയിൽ ഇപ്പോഴത്തെ ഉള്ള 450 കോടിയാ. അല്ല, ആ വണ്ടി ഷൊട്ട വണ്ടിയായിരുന്നു. കുഴപ്പമില്ല, എനിക്ക് വലിയ നഷ്ടം ഉണ്ടായില്ല. അണ്ണാ ദൈവ വണ്ടിയായിരുന്നു സിറ്റിയിലെ, ദൈവ വണ്ടി. അത് തീട്ടമായി ഇപ്പൊ. ഇപ്പൊ തീട്ടമായോ? അത് നന്നായി. എന്നാലും വിറ്റത് നന്നായില്ലേ? അത് വണ്ടിയുടെ കുഴപ്പമില്ല. വണ്ടി പിടിച്ച ചന്ദ്രനല്ലേ ഓടിച്ചു നോക്കിയേ. പക്ഷെ ഈ വണ്ടി ഇത് തീട്ടം വണ്ടി. ഇത് എപ്പോ ഓടിക്കുന്നേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, മള്ളി ഒരുപാട് പെർസെന്റ് ചവിട്ടണ്ട കാര്യമില്ല, ഈ വണ്ടി പോറ്റില്ല. സർവീസ് സ്പീഡ് ഉണ്ടാവും, പക്ഷെ കൺട്രോൾ ഇല്ല ഇതിന്. സർവീസ് മോൾ സർവീസ് 150 ക്ലോക്ക്ഡാ. വാസവനെ നമ്മള് ഒരു വണ്ടിയുടെ എഞ്ചിൻ ഓയില് ഇതൊന്നും മാറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും വാസവനെ വണ്ടിക്ക്? മര്യാദ ഓടൂല. അതാണ് ഈ വണ്ടിയുടെ പ്രശ്നം. അതിന് പക്ഷെ സർവീസ് തരണവന്മാരുണ്ടല്ലോ, വണ്ടി എഴുതി കാണിച്ചേട്ടാ. വണ്ടി സർവീസ് വണ്ടി ഓടിച്ചിട്ട് വണ്ടി ചന്ദ്രു ഇതൊന്നും അല്ലേ ചന്ദ്രു, വണ്ടി വിറ്റിട്ട് എത്തനോട് കൂടിയ പെട്രോൾ വിൽക്കുന്നുണ്ട് ഇതിനകത്ത്. ഞാൻ കമ്പനി ഇറക്കട്ടെ. കമ്പനി ഈ വണ്ടി വിലക്ക് നല്ല വിലക്ക് കിട്ടിയ വിറ്റിയാ കേട്ടാ. അപ്പൊ ശരിയായി തരണേ. എല്ലാരും കാടിളക്കി വരുന്ന വണ്ടി ആക്ച്വലി സിറ്റിയിൽ ഡിസർവിംഗ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളല്ലേ വാസവ ഈ വണ്ടി? ഇതെനിക്ക് നമുക്ക് കിട്ടിയില്ലല്ലോ. എന്നിട്ടാ പാപ്പ എനിക്കും ചന്ദ്രനും കിട്ടിയില്ലല്ലോ. എന്താ റൈഡ് എന്താ ഓർഡർ? ഞാൻ പറയട്ടാ, ഗോഡ്സ് ഗിഫ്റ്റ് എന്ന്
ഗോഡ്സ് ഗിഫ്റ്റാ ബാക്കില് സാഗുരിയാണ് കൊടുത്തത്. ആര് സാഗുരിയാണ് കൊടുത്തത്. സാബുര് തന്നെ സാബുര്. ചാപ്പുകുരുവിന് ഇതൊരു പരിപാടി മള്ളി കുറച്ച് സ്ട്രീറ്റ് പോവാ നമ്മൾ കണ്ട കാര്യം കാണിച്ചു കൊടുക്കണ്ടേ ചന്ദ്രു നമ്മുടെ പിള്ളേരല്ലേ ഇത്? എന്താ ഇതെന്താ ഇന്നൊരു ആകാശത്തൊരു മൊത്തത്തിലൊരു മൂടല്. കാർമേഘം അല്ലേ? ഓക്കെ പൊട്ടിത്തെറി. മള്ളി മേലെ പോയി ലൈറ്റ് നോക്കി ആരും നോക്കിയാ ലൈറ്റ് അതെന്താ ഇത് എവിടുന്നാ പാട്ട്? അണ്ണതേ ഇവിടെ ഇത് ആമ കടലാമ. എടാ അതെന്തോടാ മള്ളി അപ്പം പോയി കണ്ടില്ല ഇത് ഗ്യാങ് ഹൗസ് ആണ് ഇത്. മള്ളി കടലാമ നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ അതൊരു പരിന്തിട്ട് പറപ്പിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയ്യ്. ഇത് ട്രെൻഡായി ഇപ്പം. ഇത് ട്രെൻഡായി. ഇതെന്താ ഇത്? പിടിക്കാം. എന്റെ അമ്മു ഇതിന് വെടിയുള്ളൂ ഇതിന്. ഗ്യാങ് ഹൗസിലോട്ട് അടിച്ച സസ്പെൻഷൻ ആയില്ലേ? ഏതാ ചന്ദ്ര ഓൾറെഡി വെടി വെച്ചു സസ്പെൻഷൻ ഓൾറെഡി ഇട്ടു ഇത് മള്ളി എന്ത് ഇതുപോലെ ഒരു പരിന്തിനെ സെറ്റ് ആവും മള്ളി നമുക്ക് എടാ അത് വേണോടാ എല്ലാമാരും എല്ലാരും ഒരു പരിന്തിനെ സെറ്റ് ചെയ്യണോടാ എനിക്ക് നമ്മുടെ. സത്യം ഇത് എന്ത് ഇത് എന്തൊരു ജീവി ഇത് മീനല്ല ഇത്. ഇതില്ല ഇത് ക്രോസ് ആണ് അലിഗേറ്റർ സോറസ്. അപ്പൊ ഒരു പരിന്തിനെ സെറ്റ് ചെയ്താ പാപ്പാ. സത്യം നമുക്ക് ജഡായി ആയാലോ? ജഡായി എന്തായാലും മതി, പരുന്തല്ലേ മതി. നമ്മളെ പരുന്ത് പോലൊരു സാധനം ഇത് കണ്ട. ഇതിപ്പോ അവരോട് ചോദിച്ചാൽ മീൻ എന്ന് പറയും. അപ്പൊ പരുന്ത് പോലൊരു സാധനം നമ്മുടെ വീടിന്റെ മണ്ടേ കിടന്ന് പറക്കണം. അങ്ങോട്ടും കുറച്ച് സ്പീഡില്. അതെ കുറച്ച് ചെലവുണ്ട് കേട്ടോ വാസുവിനെ. അപ്പൊ എത്ര വേണേലും മുടക്കാം. ഇത് ഞാനല്ല പണി ഏതായാലും വൈകിട്ട് തുടങ്ങണ്ടേ? ഉറപ്പായിട്ട് വെളിയിൽ മുടക്കണോ അകത്ത് മുടക്കണോ? വെളിയിൽ മുടക്കാം. റെഡിയാണ്. എത്ര എന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്ന് തരും അഡ്വാൻസ്. ഒരിക്കൽ മുടക്കിയ എത്ര നാള് പറക്കും അത് പറഞ്ഞു. പക്ഷെ അവന്റെ ഷെഡ്യൂൾ ചോദിക്കണം, അവൻ എപ്പോഴാ ഫ്രീ? ചോദിച്ചിട്ട് പറ അപ്പ. അവൻ ഒരു മാസം വരെ ഫുള്ള് ബിസിയാന്നാ കേട്ടോ. അപ്പ പരുന്ത് ഒരു അപ്പ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്ത വണ്ടി പോലും വന്നിട്ടില്ല. ഇനി നാളെ തൊട്ട് ഇവന്മാര് ചാറ്റിൽ ചോദിക്കും പരുന്തെന്ന് വരും എന്ന് പറഞ്ഞ അപ്ഡേറ്റ് പരുന്ത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കും. ഞാൻ തരാം, വെച്ച് തരാൻ പറ്റുമോ? പറക്കണ പരുന്തിനെയോ? ഞാൻ തരാം, വെച്ച് തന്നാ മതി. എന്ത് പറയുന്നത്? ഇത് അങ്ങനത്തെ സാധനമല്ല. എന്ത് സാധനമാണെങ്കിലും നമ്മൾ റെഡിയാക്കി തരും. വെക്കാൻ പറ്റുമോ? പിന്നെന്താ വെക്കാലോ, പിന്നെന്താ. ഓ മള്ളി അപ്പൊ ചെലവ് കുറച്ച് വരും. ഞാൻ പറയാതെ കമ്മീസ് എനിക്കിരിക്കട്ടെ. കറക്റ്റായിട്ടുള്ള കണക്ക് പറയും. പിടിക്കാം. ഇറച്ചി എടുത്താ മതി. അത് അങ്ങനെ ഒരുത്തൻ ചെയ്യാൻ പോകുന്നത് ഡീൽ എടുത്തിട്ട് അത് നീ എനിക്ക് മറച്ചു വെക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നാളെ തന്നെ ഒരു റോൾ ഇടണം. ഗ്യാങ് ഹൗസ് കയറി അടിക്കാം. അപ്പൊ ഇവന്മാര് ഈ പരുന്തിനെയും ഇതിനെയും എല്ലാം എടുത്തങ്ങ് മാറ്റിക്കട്ടെ. ഇതൊക്കെ ലോഡിങ് അല്ലേ? ഇതൊക്കെ ലോസ്പെക്ക് പ്ലേയേഴ്സിന് ഇതിനകത്തൂടെ എന്തോ ഒരു ഉണക്കമീൻ പോലെ ഒരു സാധനം ഇടണ പോലെ കാണുള്ളൂ. ഉറപ്പാണ് അവരെല്ലാം ഇതെല്ലാം എടുത്ത് മാറ്റും അപ്പോഴേ. അപ്പൊ അങ്ങനെ ഒരു റൂൾ കൊണ്ടുവന്നാൽ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇതൊന്നും കാണണ്ട. അതെ ഈ പറയുന്ന പോലെ അപ്പം കൊണ്ടുവരികയും ചെയ്യും, മുലലി പിടുകയും ചെയ്യും. ഇപ്പഴേ ഒന്നും പറയാൻ പറ്റില്ല. നാളെ വീഡിയോ വരും, ലോസ്പെക്ക് പ്ലേയേഴ്സിനെ പൂച്ചിച്ച് എന്നൊക്കെ പറഞ്ഞ നാളെ വരും കേട്ടോ. നിനക്ക് 1590 അഹങ്കാരം അല്ലടാ പുണ്ടച്ചി. മാസം കമ്പ്യൂട്ടർ എടുക്കാൻ പറ്റുമായിരിക്കും, ഞങ്ങൾക്ക് അങ്ങനെയല്ല. അതല്ലേ അതെന്തിനു വർത്താനം ബാബു? എനിക്ക് ഫ്രീ ആയിട്ട് തന്നതല്ലേ. ഞാനത് ഉദ്ദേശിച്ചില്ല, പറഞ്ഞതേ ഉള്ളൂ. അവര് പറയുന്നത് നല്ല കുച്ചിമുണ്ടല്ലോ നിനക്ക്. നീ ഇതാണോ എന്നെ കാണിക്കൊണ്ട് ഏതോ ഗ്യാങ്ങുകാർ കഷ്ടപ്പെട്ട് ഇതാക്കിയതാണോ നീ? ഇതാണ് ഞാൻ പണ്ട് 2026 പറയാൻ പോകുന്ന കാര്യമായിരുന്നു. ഇത് കഴിഞ്ഞു. പിടിച്ചോ, മീനെ പിടിച്ചോ. സംസാരിക്കൊണ്ട് വന്നോനെ, നിങ്ങൾ മുന്നൂര് വന്നോനെ. ഇവിടെ സംസാരിക്കാം. അവിടുത്തെ അങ്ങോട്ട് കുറച്ചുകൂടെ വെളിച്ചം വ്യത്യാസമുണ്ട്. ആളെ കൂടി നമുക്ക് വണ്ടിയിലും പോവാം. ആളെ വന്നേ അമ്മമാര്. അടിയൊന്നും എടുക്കല്ലേടാ. എന്റെ അടുത്തുള്ള ചിലപ്പോ ഞാൻ എടുക്കും. കാര്യം ചോദിക്കട്ടെ, മുള്ളിക്ക് ഇന്നലെ നടന്നൊന്നും ഓർമ്മയില്ലേ? അപ്പൊ ഇന്നലെ നടന്ന ഓർമ്മയുണ്ട്. ഇന്നലെ ഒരു മിനിറ്റ് വീട്ടിൽ കരോളാര് വന്നു തോന്നുന്നു. ഒരു സെക്കൻഡ്. ഞാൻ അങ്ങോട്ട് വരാം. ഇല്ല, അത് കുറച്ച് 5 minutes കൂടെ വെയിറ്റ് ചെയ്താൽ ദേവൂട്ടൻ ചെണ്ട ഓട്ടണമല്ലോ ആണ്. ഇതെന്തൊരു ശബ്ദം നിങ്ങക്ക് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ മള്ളി. അതെ ഞാൻ ഇപ്പൊ പറയാൻ പോണ മള്ളി തെറ്റിച്ച് കേൾക്കണം.
ശ്രദ്ധിച്ചു കേൾക്കാം. മുള്ളി ചന്ദ്രൻ മുള്ളിലേക്ക് വേണ്ടി ഒരു ബമ്പ് തുടങ്ങി തന്നു. ബമ്പ് തുടങ്ങി തന്നല്ലേ, നമ്മൾ കടം മേടിച്ചിട്ട് ഞാൻ തന്നെ മേടിച്ചത് അത്. അങ്ങനെയാണെങ്കിലും അവനായിട്ട് ഒരു ബിസിനസ് മുള്ളിലേക്ക് വേണ്ടി തുടങ്ങി തരുമ്പോ മുള്ളിൽ റൈറ്റ് ഹാൻഡായിട്ട് നിൽക്കുന്ന ഞാൻ എന്തെങ്കിലും മുള്ളിലേക്ക് വേണ്ടി തുടങ്ങി തരണ്ടേ? ഉറപ്പായിട്ടും ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിന്റെ സൈഡിൽ നിന്ന്. അതെ മുരളി, നമ്മള് ഒരു പുതിയ ബിസിനസ് ചെയ്യുവാണ്. ഇത് കരയിലുമല്ല ചെയ്യുന്നത്, ആകാശത്തുമല്ല നമ്മൾ ചെയ്യുന്നത്. വെള്ളത്തില് മീൻ പിടിക്കാൻ പോണ പരിപാടി, പക്ഷേ വെറൈറ്റി ആണ് മുള്ളി. ഇത് നമ്മൾ ഒരിടം പോണ്ട, നമ്മുടെ ക്യാമ്പസിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചൂണ്ടിട്ടാലോ മുള്ളി? അങ്ങനെ അല്ല എന്നാ, ഇത് വേറെ ആർക്കും കിട്ടാത്ത ഒരു പിസ്സാണിത്. ആർക്കും കിട്ടാത്ത മീൻ ജിറാബ്. ജിറാഫാ? ജിറാബ് അതെ. അപ്പോ നമ്മള് ദ്രാബ് കൃഷി ചെയ്യാൻ പോവാണ്. മനസ്സിലായോ എന്റെ കൃഷി? മള്ളിക്കത് മനസ്സിലാവുന്നില്ല. ഇപ്പഴാ മനസ്സിലായത്, പറഞ്ഞോ. ജാർക്ക് കൃഷി. അപ്പോ പോർക്കില്ല. ഞാൻ ഇതിന് ഉത്തരം പറയുമായിരുന്നു, പക്ഷെ ഞാൻ ഇന്ന് നിന്റെ ടീമിലാണ്. ഗ്യാങ്സിലോട്ട് പോകും. അപ്പൊ ശരിക്കും പറഞ്ഞ കുറച്ചധികം കഥ പറയാനുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പറഞ്ഞോ. ഇല്ല മോളിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇന്നലത്തെ കാര്യമല്ല. അല്ല ഒന്നുമില്ല. പോടി ഇന്നലെ എന്തൊക്കെയാ സംഭവിച്ചു? ഇന്നലെ ജുഗ്രുവിന്റെ കല്യാണമായിരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മള് വാസണ്ണൻ അയ്യന്റെ കൊടുക്കാന്നൊക്കെ കൊണ്ട് സിറ്റിന്ന് ഇറങ്ങിപ്പോയി. ഓ അങ്ങനെ, ഓക്കെ. അല്ല അപ്പൊ മള്ളി പോണം. അത് കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം പോയി പറയാം. മള്ളി അപ്പൊ പരിപാടി സിമ്പിൾ ആണ്. ഇന്ന് നമ്മുടെ ശ്രാവ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഫുഡ് മള്ളിയെ കൊണ്ട് ഞാൻ ഇടിക്കാൻ പോവാണ്. ചന്ദ്രനത്തിലെ താഴെ വേണ്ട. അതെ അങ്ങനല്ല, ഇത് കുഞ്ഞല്ലേ മള്ളി. ഇത് ചെറുതായിട്ടുണ്ട്, ചെറിയ വായല്ലേ ഇതിന്. അപ്പൊ അതിന് ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഇട്ട് കൊടുത്ത് നമുക്ക് മള്ളി ഇതിന് നമ്മൾ ഫുഡ് കൊടുത്ത് വലുതാക്കണം. ചെറിയ സാധനങ്ങളുണ്ട്. മള്ളി അപ്പൊ നമ്മള് ഇതിന് ഫീഡ് കൊടുത്ത് നമ്മൾ ഇതിനെ വലുതാക്കണം. വലുതാക്കി കഴിഞ്ഞാ ബ്ലാക്ക് മാർക്കറ്റില് ഷാർക്കിന്റെ വില എത്ര ഉണ്ടാ പാപ്പാ? ഭയങ്കര വിലയാണ്. എനിക്കത് 10-20 കോടിയോളം വരുന്നത് തോന്നുന്നു ഷാർക്കിന്. ഒരു ഷാർക്കിന്. അപ്പൊ ഒരു ഷാർക്ക് വളർന്നാൽ 5 വർഷം എടുക്കുമായിരിക്കും അല്ലേ? പറഞ്ഞാ കിട്ടും. അപ്പൊ അവരെ വിളിച്ചു അല്ല കൊടുക്കുന്ന തീറ്റ അനുസരിച്ചാ. നല്ല തീറ്റ കൊടുത്താൽ പെട്ടെന്ന് വളരും. ആ ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇറച്ചിട്ട് കൊടുക്കണല്ലേ ഷാർക്കിന്? പറഞ്ഞുതരാം. നമ്മുടെ പിള്ളേരൊക്കെ വിളിച്ചു മതി. ആദ്യമായിട്ട് ലോഗോ എടുത്തിട്ട് വന്നേ ടിവിയുടെ. പിന്നെ ഇവന്റ് മാനേജ്മെന്റില് പയ്യനെ കൂടെ ഒന്ന് വിളിക്കണേ പാപ്പാ. അപ്പൊ ലവിയല്ലേ? ഞാൻ വണ്ടി ലോക്ക് ചെയ്തിട്ട് ലീവന്മാര് കൊമ്പനെ എടുത്തോണ്ട് പോകും. ഗൈസ് ഞാൻ പെട്ടെന്ന് ഇന്നലെ TJ കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ചുമ്മാ കൊമ്പന്റെ പേരിട്ട. ചുമ്മാ വായ വന്ന് അന്നേരം പറഞ്ഞേ ഉള്ളൂ. TJ കളിയാക്കാനും അവരെ ട്രിഗർ ചെയ്യാനും അല്ല ഞാൻ കൊമ്പന്റെ പേരിട്ടേക്കുന്ന കേട്ടാ. പറഞ്ഞേക്കാം. അണ്ണാ ഇവൻ ഷാർക്കിന്റെ തീറ്റ എന്തോ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളവിടെ ഓടി കഴിഞ്ഞ വെള്ളത്തിന് അനക്കം തട്ടിയിട്ട് ഷാർക്ക് അങ്ങനെയല്ല. നമ്മളിത് സമാധാനമായി ചെയ്യാനാണ്. ഈ ഭൂമിക്കടിയിൽ ഇതിന്റെ അടിയിൽ ഫുള്ള് ഷാർക്കിനെ വളർത്താൻ പോവാണ്. നമ്മൾ ഓടി സൗണ്ട് കൊടുക്കരുത്. ഞാൻ നടക്കുന്ന വേണ്ടിയില്ലേ? ഇളക്കല്ലാണ്ട് നടക്കണല്ലേ? അധികം ഇളക്കില്ലാതെ നടക്കണം മള്ളി. എന്നെ പോലെ നിനക്ക് കുറച്ച് ഗാങ്സ്റ്റർ വാക്കിട്ടൊക്കെ ഉണ്ടാന്നെങ്കിൽ ഇളക്കല്ലാണ്ട് അധികം ഇളക്കല്ലാണ്ട് നടക്കാൻ പറ്റും. എന്തോ മനസ്സിൽ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ട്. എന്തോ മനസ്സിൽ ഇതിലെ പയ്യനെ ഒന്ന് വിളിച്ചേക്കണേ. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബംഗാളിലെല്ലാവർക്കും സുഖമല്ലേ മള്ളി? അങ്ങനെ സുഖമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല മള്ളി. അവിടെ ഇപ്പം ഭയങ്കര പാടാണ്. അതല്ലേ ഞാൻ തിരിച്ചു വന്നത്. എവന്റെ ഫാമിലിയുള്ളവർക്കൊക്കെ ഡെങ്കു ഇപ്പൊ. അപ്പൊ അതുകൊണ്ടാണ് വന്നത്.